അസ്സലാമു അലൈക്കും. എൻ്റെ ഉമ്മയും വാപ്പച്ചിയൊക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നൊരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദുനിയാവിൽ ആൾക്കാരെ സോപ്പിട്ട് കുപ്പിയിലാക്കാൻ എൻ്റെ മോൾ അല്ലെങ്കിൽ ഞങ്ങളെ മോളൊക്കെ എന്നിട്ട് വേറെ ആരും ഉള്ളൂ എന്നുള്ളൊരു കാര്യം എൻ്റെ ഉമ്മയും വാപ്പച്ചിയും എന്നെ സ്ഥിരം ട്രോളുന്നൊരു സംഭവം. ഇതിൽ എന്താണെന്നറിയോ സംഭവം? എത്ര മസിൽ പിടിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അവരൊരു വേർഷൻ പുറത്തെടുക്കാൻ എനിക്ക് പലപ്പോഴും കഴിയാറുണ്ടെന്നുള്ളതാണ്. ഇത് ശരിക്കും എന്താ പറയുക, അതിലൊരു ട്രിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി മനുഷ്യന്മാരൊക്കെ ഭയങ്കര സോഫ്റ്റ് തന്നെയാണ്. പലപ്പോഴും നമുക്ക് കാണാറുണ്ട് പാരൻസ് ആയിരുന്ന സമയത്ത് ഭയങ്കര റഫായിരുന്ന ആൾക്കാരൊക്കെ ഗ്രാൻഡ് പാരൻസ് ആകുമ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പിന്നിലുള്ള ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഈ ഒരു സോഫ്റ്റ് വേർഷൻ എപ്പോഴും ഉണ്ട്. അത് പുറത്തെടുക്കാൻ പലപ്പോഴും മക്കൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. പേരക്കുട്ടികളുടെ അടുത്ത് ഇവരത് സിമ്പിളായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പിടിക്കാറും ഈ ഒരു ആൾക്കാരുടെ ഉള്ളിലൊക്കെ സോഫ്റ്റ് വേർഷൻ ഉണ്ട് എന്നുള്ളൊരു സാധനം നമുക്കറിയാലോ. ആ ഒരു ഒറ്റ പോയിന്റ് തന്നെയാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ രാവിലെ കാണുന്ന സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ടാവുമല്ലോ, നിങ്ങൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഗേറ്റിന് മുന്നിലൊരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടാവുമല്ലോ. ആദ്യത്തെ 1-2 ദിവസമൊക്കെ പോകുന്ന സമയത്ത് മൂപ്പര് നല്ല കൊമ്പൻ മീശയും അല്ലെങ്കിൽ ഭയങ്കര മസിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളി. ചിരിക്കൂലെന്നുള്ള വാശി പിടിച്ച് നിൽക്കുകയെന്ന് വിചാരിച്ചോളി. ആദ്യത്തെ 1-2 ദിവസമൊക്കെ വെറുതെ ചിരിച്ചു കൊടുക്കാം. അത് നമുക്ക് അതിന് ചിലവൊന്നുമില്ലല്ലോ, ഒന്ന് ചിരിക്കാൻ എന്താ ചിലവ്, വെറുതെ ഇങ്ങനെ ചിരിച്ചു കൊടുക്കാം. ഒരു 1-2 ദിവസമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് 2-3 ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് മൂപ്പർ ഇങ്ങോട്ട് ചിരിച്ചു തുടങ്ങും. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ അങ്ങനെ ചോദിച്ച് നമുക്ക് ആൾക്കാരെ അങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ബേസിക്കലി അവർ സോഫ്റ്റ് ആണ്. നമ്മുടെ ഉള്ളിലെ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ചിരിക്കൂലെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലാഭം എന്താണെന്നറിയോ? ലാഭം എന്നുള്ളതല്ല, പക്ഷെ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് ഒരു സന്തോഷം ആവശ്യമാണ് അല്ലേ? പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എന്ത് ചെയ്തിട്ടൊരു സന്തോഷമില്ല എന്നുള്ളത്. എനിക്കൊക്കെ ചിലപ്പോൾ എന്നല്ല, എനിക്കൊക്കെ എപ്പോഴും ചിലപ്പോൾ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളുണ്ടാവും. പക്ഷെ അപ്പോഴും എന്താ പറയുക, നമ്മളെ സ്പേസ് ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരിയുള്ള ഗേറ്റിലെ സെക്യൂരിറ്റി ചേട്ടന്മാർ അങ്ങനെയുള്ള ആൾക്കാർ, ചിലപ്പോഴൊക്കെ എനിക്ക് മറ്റു മിഠായികളൊക്കെ എടുത്ത് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു എഫേർട്ട് എടുക്കാതെ കിട്ടുന്ന ഒരു സാധനമാണ് സന്തോഷം എന്നുള്ളത് ഞാൻ കരുതുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ ഈ ഇടപഴകുന്ന ആളുകൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അവരെത്ര മസിൽ പിടിച്ച് നിന്നാലും അവരുടെ ഉള്ളിലൊരു സോഫ്റ്റ് വേർഷനെ പുറത്തെടുക്കണം എന്നുള്ള ആഗ്രഹം അവർക്കും ഉണ്ടാവും. അതിനുള്ളൊരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ ഒന്നിങ്ങോട്ട് സോപ്പിട്ട് കുപ്പിയിലാക്കാന്നൊക്കെയുള്ള പരിപാടി എന്നുള്ളതാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനുഷ്യന്മാരെ ചിരിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.